ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഗുരുപൂർണിമ ദിനത്തിൽ ചെയ്ത ഒരു വീഡിയോയ്ക്ക് തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. കേരളീയ ജ്യോതിശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ച ആചാര്യന്മാരെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. വളരെ കുറച്ച് വ്യൂസ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും കേരളീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ തുടർച്ചയായ അധ്വാനങ്ങൾ അവർ കണ്ടെത്തിയ ഗണിതഫലത്തെ കൂടുതൽ കൃത്യത ഉളവാക്കുവാനുള്ള അവരുടെ ആ ഗവേഷണം ജ്യോതിശാസ്ത്ര രംഗത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ എത്തിക്കുവാൻ എന്നെക്കൊണ്ട് ഈ ഒരു ഗുരുപൂർണിമ ദിനത്തിൽ സാധ്യമാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കണമെന്ന് വിചാരിക്കുന്നു. ആര്യഭടീയ സിദ്ധാന്തം മുതൽ ദൃഗണിത സിദ്ധാന്തം വരെയുള്ള ആചാര്യന്മാർക്കൊപ്പം V.S. ശർമ്മ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തെ ആധാരമാക്കി പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. അതിൻ്റെ തുടർച്ചയെന്നോണം ദൃഗണിത സിദ്ധാന്തത്തിന് ശേഷം എങ്ങനെയാണോ ദൃഗണിത സിദ്ധാന്തം ബാക്കി ഉള്ള ആചാര്യന്മാർ തുടർന്നു കൊണ്ടുപോയതും ഇന്നും ഇത്ര കൃത്യമായ ഒരു ഗവേഷണ ഫലത്തിൽ നമുക്ക് എത്തുവാൻ സാധ്യമാക്കിയതും എന്ന് ആ ആചാര്യന്മാർക്കൊപ്പം അവരെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഒരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. എ ഹിസ്റ്ററി ഓഫ് ദ കേരള സ്കൂൾ ഓഫ് ഹിന്ദു ആസ്ട്രോണമി എന്ന ശ്രീ KV ശർമ്മ സാറിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു ഗുരുനാഥന്മാരെയൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതിന് അവസരമൊരുക്കി തന്ന എൻ്റെ ഗുരുനാഥൻ ശ്രീ KK ജനാർദ്ദനക്കുറുപ്പ് ഗുരുനാഥനെയും ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കട്ടെ. അതുപോലെ തന്നെ ശുദ്ധ ദൃഗണിതത്തെ പരിചയപ്പെടുത്തി തന്ന ശ്രീ VS സുധീഷ് സാറിനെയും ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കുന്നു. ആദ്യകാലങ്ങളിൽ ആര്യഭടീയ സിദ്ധാന്തമായിരുന്നു കേരളീയ ഗുരുകുലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആര്യഭടീയ സിദ്ധാന്തങ്ങളെ ഗണിത പരിശീലനങ്ങൾ ചെയ്ത് കൂടുതൽ കൃത്യത വരുത്തി കേരളീയ ആചാര്യന്മാർ കടബയാദി അക്ഷരസംഖ്യാക്രമം കണ്ടുപിടിച്ചു. ആര്യഭടൻ AD 522 കൊണ്ടുവന്ന ആര്യഭടീയ സിദ്ധാന്തം കൂടുതലായ ഗ്രഹനിരീക്ഷണങ്ങൾ കൊണ്ട് ആവശ്യമായ തെറ്റുതിരുത്തലുകളിലൂടെ പരഹിത സിദ്ധാന്തം ആവിഷ്കരിച്ചു. AD 683 തിരുനാവായിൽ വെച്ച് നടന്ന മാമാങ്കത്തിലാണ് പരഹിത സിദ്ധാന്തം പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതിന് പുനഃപരിശോധന നടത്തി ശ്രീ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ദൃഗണിത സിദ്ധാന്തം ആവിഷ്കരിച്ചു. AD 1360 മുതൽ 1455 കാലഘട്ടമാണ് ശ്രീ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടേത്. പൊന്നാനി ആലത്തിയൂരിലെ വടശ്ശേരി ഇല്ലത്താണ് 1300 അദ്ദേഹം ജനിച്ചത്. മുത്തച്ഛൻ്റെ പാത ശ്രീ തലക്കുളത്ത് ഭട്ടതിരിയുടെ പാത പിന്തുടർന്നാണ് ഇദ്ദേഹം ജ്യോതിശാസ്ത്ര രംഗത്ത് അമൂല്യ സംഭാവനകൾ നൽകിയത്. 1237-95 കാലഘട്ടമാണ് ശ്രീ തലക്കുളത്ത് ഭട്ടതിരിയുടേത്. ഗണിച്ചു കിട്ടുന്ന സമയത്തിന് മുമ്പേ ഗ്രഹണം സംഭവിക്കുന്നു എന്ന കണ്ടെത്തലിൽ നിന്നാണ് ദൃഗണിതത്തിൻ്റെ ഉദ്ഭവം. മുഹൂർത്ത പദവി, മുഹൂർത്തരത്നം എന്നീ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ഈ ഒരു ദൃഗണിതം നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ കാണുന്നതിനുള്ള ഗണിതമാണ് അദ്ദേഹം രചിച്ചത്. ഗ്രഹണമണ്ഡനം 1411 ഇദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. ഗോളദീപിക, ഗ്രഹണാഷ്ടകം, ചന്ദ്രഛായാകരണം തുടങ്ങി ആര്യഭടീയം, മഹാഭാസ്കരീയം, ലഘുഭാസ്കരീയം, ലീലാവതി തുടങ്ങിയ അനേക കൃതികൾക്ക് വ്യാഖ്യാനം തയ്യാറാക്കി ഇദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികനായിരുന്ന ശ്രീ സംഗമഗ്രാമ മാധവനെയും ജ്യോതിശാസ്ത്ര രംഗത്ത് വളരെയേറെ ഗുരുശിഷ്യ പരമ്പര തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. നിരവധി ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പൈയുടെ വാല്യൂ കണ്ടെത്തി ശാസ്ത്രജ്ഞൻ ജെയിംസ് ഗിഗറിയുടെ ആചാര്യസ്ഥാനം വരെ കവർന്ന പ്രതിഭയാണ് ഇദ്ദേഹം. അടുത്ത് പ്രധാനമായി പരാമർശിക്കേണ്ടത് നീലകണ്ഠ സോമയാജിയെ പറ്റിയാണ്. 1444 തൃക്കണ്ടിയൂരിൽ കേളല്ലൂർ എന്ന നമ്പൂതിരി കുടുംബത്തിൽ ജാതവേദൻ എന്ന നമ്പൂതിരിയുടെ മകനായിയാണ് ജനിച്ചത്. ദൃഗണിതം പദ്ധതി ആവിഷ്കരിച്ച ഈ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടെ ആലത്തൂരിലുള്ള വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വടശ്ശേരി പുത്രൻ ദാമോദരൻ നമ്പൂതിരിയുടെ ശിഷ്യനായി ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലുമൊക്കെ പ്രാവീണ്യം നേടി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രധാന കൃതി ആര്യഭടീയത്തിന് വ്യാഖ്യാനമാണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കിട്ടാൻ പൈ എന്ന അഭിനകം കൊണ്ട് ഗുണിക്കേണ്ടതും ഇൻഫിനിറ്റ് ശ്രേണിയിൽ പദങ്ങളുടെ തുകയുടെ പരിധി 3
ആണെന്നും അതിൽ അടുത്തടുത്ത് വരുന്ന ഏത് പദം എടുത്താലും കുറഞ്ഞ പദത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ കൂടിയ പദം കിട്ടുമെന്നും അദ്ദേഹം അവതരിപ്പിച്ചു. പാശ്ചാത്യർ ഇവ കണ്ടുപിടിക്കുന്ന 2 നൂറ്റാണ്ട് മുമ്പേ സോമയാജി ഇവ താളിയോലയിൽ കുറിച്ചു. ഇദ്ദേഹം തന്ത്രസംഗ്രഹം 8 അധ്യായങ്ങളിൽ 432 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരുന്നു. കേളല്ലൂർ നീലകണ്ഠ സോമയാജി കേളല്ലൂർ ചേമാതിരി എന്ന പേരിൽ അറിയപ്പെട്ടു. ചന്ദ്രഛായാഗണിതവും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അങ്ങനെ ധാരാളം ശിഷ്യന്മാർ ഇദ്ദേഹത്തിനുണ്ട്. വേറൊരു ആചാര്യൻ രുദ്രവാര്യരാണ്. തെക്കൻ മലബാറിലെ ദേശമംഗലം വാര്യത്തെ 1475-നും 1550-നും ഇടയിൽ എന്ന് അദ്ദേഹം നൗക എന്ന പേരിൽ ഹോരയ്ക്ക് വ്യാഖ്യാനം നൽകി. ജ്യോതിശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയായ അഷ്ടമംഗല പ്രശ്നത്തിന് ഒരു ഗ്രന്ഥം രചിച്ചത് ഈ രുദ്രവാര്യർ എന്ന അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയപ്പെടേണ്ട ആൾ മഴമംഗലം ശങ്കരൻ നമ്പൂതിരിയാണ്. ശങ്കരാത്രി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. കേരളീയ ജ്യോതിശാസ്ത്രത്തിൽ മികച്ച സംഭാവന നൽകിയ ഇദ്ദേഹം തൃശ്ശൂർ പെരുമന വില്ലേജിൽ ജനനം എന്ന് കരുതുന്നു. അദ്ദേഹം ചെങ്ങന്നൂർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്ന പരമേശ്വരൻ പോറ്റിയുടെ കൂടെയായിരുന്നു ജീവിതകാലം ജീവിച്ചിരുന്നത്. അദ്ദേഹം മഹിഷമംഗലം അഥവാ മഴമംഗലം നമ്പൂതിരി എന്നറിയപ്പെട്ടു. മഴമംഗലാഭരണം, രാസക്രീഡാകാവ്യം, ജ്യോതിഷരംഗത്ത് അഷ്ടമംഗല പ്രശ്നം എന്ന സംസ്കൃത കൃതിയും അനേകം ഭാഷാ ചമ്പുക്കളും മഴമംഗലൻ നമ്പൂതിരിയുടെ കൃതികളാണ്. കൂടാതെ ജ്യോതിർഗണിതത്തിൽ ഗണിതസാരം, ചന്ദ്രഗണിതാക്രമം, അയനകല, നാഡീഗണിതം, ജാതകക്രമം, ജാതകസാരം എന്നിവ ജാതക വിഷയത്തിൻ്റെ ഭാഷയിൽ പ്രശ്നമാല എന്ന ഗ്രന്ഥം, ചെറിയ കാലദീപകം, വലിയ കാലദീപകം എന്നീ ഗ്രന്ഥങ്ങളും, ലഘുഭാസ്കരീയം, മുഹൂർത്ത പദവി, പഞ്ചബോധ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ കാലദീപകത്തിനും ബാലശങ്കരം എന്ന പേരിൽ വ്യാഖ്യാനം എഴുതുകയും ചെയ്തു. ഇവ ജ്യോതിശാസ്ത്രത്തെപ്പറ്റി ഒരവബോധം ജനങ്ങൾക്കുണ്ടാക്കി. ഇദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥമായ രൂപനയന പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം AD 1494 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ് ഇഞ്ചക്കഴവ മാധവാചാര്യർ. മാധവ II എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹം മൂവാറ്റുപുഴ താലൂക്കിലെ രാമമംഗലത്തുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിൽ AD 1543 പ്രശ്നസാരം എന്ന ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഗ്രന്ഥത്തിൽ നീലകണ്ഠ സോമയാജി, പരമേശ്വരൻ പോറ്റി ഓഫ് വാഴമാവേലി, അതുപോലെ അത്തിമറ്റം തിരുമേനി, വക്കാട്ട്, പള്ളിമാറ്റം, കോയിക്കര, അരണപുരം തുടങ്ങി ജ്യോതിശാസ്ത്രത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരുപാട് പേരെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഈ അത്തിമറ്റം തിരുമേനിയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ശ്രീ അത്തിമറ്റം പ്രദീപ് തിരുമേനി ഇന്ന് ധാരാളം ജ്യോത്സ്യന്മാർക്ക് വഴികാട്ടിയായിട്ട് രംഗത്തുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും അഷ്ടമംഗല പ്രശ്നത്തിൽ പങ്കെടുത്തതും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തതുമായ ശ്രീ പ്രദീപ് തിരുമേനി ഇന്ന് ജ്യോത്സ്യന്മാർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത് ഒരു സുഹൃതമായി കണക്കാക്കാം. ഹോരയും പ്രശ്നമാർഗവും പ്രശ്നരീതിയും ഇതര ഗ്രന്ഥങ്ങളും വിശദമായി ശിഷ്യഗണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രശംസനീയമാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തത് അച്യുത പിഷാരടിയാണ്. ജ്യോതിശാസ്ത്രം, വ്യാകരണം, വൈദ്യം, അലങ്കാരം എന്നീ വിഷയങ്ങളിൽ വിചക്ഷണനായ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ പിഷാരത്ത് 1545 ജനിച്ചു. ധാരാളം ജ്യോതിശാസ്ത്ര ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗണിച്ച് കിട്ടുന്ന സമയത്തിന് മുമ്പേ ഗ്രഹണം സംഭവിക്കുന്നു എന്നതിനാൽ ഇദ്ദേഹം സ്ഫുടനിരതനായ AD 1593 മുമ്പ് ഇതിനെപ്പറ്റി വിസ്തരിച്ച് രസിക ഗോള സ്ഫുടനിധി എന്ന ഗ്രന്ഥവും രചിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് പാശ്ചാത്യരും ഇങ്ങനെ ഒരു ഗ്രഹണ സമയക്കുറവ് കണ്ടുപിടിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം ഗോളദീപിക, ജാതകാഭരണം, അതായത് മിഹിരാചാര്യരുടെ ഹോരയ്ക്ക് വ്യാഖ്യാന ഗ്രന്ഥമായ ജാതകാഭരണം, സംഗമഗ്രാമമാധവൻ്റെ വേണാര്യോഹത്തിന് പരിഭാഷ, അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പിഷാരടിയുടെ ജ്യോതിശാസ്ത്ര ഗുരു ജ്യേഷ്ഠദേവൻ എന്ന ഗുരു ഇനി 16-17 കാലഘട്ടത്തിലെ ഒരു നീലകണ്ഠൻ രണ്ടാമൻ കണക്ക് ശാസ്ത്രം എന്ന ഗ്രന്ഥം ലീലാവതി ആസ്പദമാക്കി എഴുതി. ഇതിൽ ധാന്യവിനിമയം, വീട് നിർമ്മാണം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തെ പറ്റി മനസ്സിലാക്കുവാൻ ഈ നീലകണ്ഠ II ഗ്രന്ഥം ഉപകരിക്കുന്നു. അടുത്തത് മംഗലശ്ശേരി ദാമോദര II നമുക്ക് പരാമർശിക്കേണ്ടത്. 1575 മുതൽ 1675 കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റേത്. വടക്കൻ മലബാറിലെ ചിറക്കൽ താലൂക്കിൽ കണ്ണാടിപ്പറമ്പ് മംഗലശ്ശേരി മനയിലെ ദാമോദരൻ നമ്പൂതിരി
അക്കാലത്ത് ജ്യോതിശാസ്ത്ര പദ്ധതികൾ, ജ്യോതിഷ സംഗ്രഹം ഇദ്ദേഹത്തിൻ്റെ കൃതിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് പനക്കാട്ട് ഇടയ്ക്കാട് നമ്പൂതിരിയെ പറ്റിയാണ്. AD 1650 അദ്ദേഹം മുഖ്യരചനയായ പ്രശ്നമാർഗം ഇന്ന് ഉള്ള എല്ലാ ജ്യോതിഷന്മാരുടെയും ആചാര്യസ്ഥാനം അദ്ദേഹത്തിനുള്ളതാണ്. മനുഷ്യൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ജ്യോതിഷപരമായ കാരണങ്ങളും അതിനു വേണ്ട പരിഹാരങ്ങളുമെല്ലാം ആചാര്യൻ പ്രശ്നമാർഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ജ്യോത്സ്യന്മാർക്കെല്ലാം ഒരു മാർഗദീപമായി തന്നെ നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നമാർഗമാണ് കേരളക്കരയിൽ ഈ പ്രശ്നചിന്തയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൈവരിച്ചെന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. അതിന് നാം ഓരോ ജ്യോത്സ്യന്മാരും പനക്കാട്ട് നമ്പൂതിരിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എടക്കാട്ട് ശങ്കരൻ കുക്കുണിയാൽ 1675 മുതൽ 1750 വരെയുള്ള ഈ ഒരു കണിയാങ്കണ്ടത്തിൽ എന്ന സ്ഥലത്ത് കണിയാൻ ജാതിയിൽപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പ്രശ്നരീതി പ്രചാരം ലഭിച്ചവയാണല്ലോ. ഒരു ചരിത്ര വസ്തുതയുടെ ആർജവവും ഐതിഹ്യത്തിൻ്റെ മധുരിമയും ഒത്തുചേർന്ന് ഇടയ്ക്കാട്ട് നമ്പൂതിരിയുടെയും ഇടയ്ക്കാട്ട് കുക്കുണിയാളുടെയും പ്രശ്നമാർഗത്തിൻ്റെയും പ്രശ്നരീതിയുടെയും കഥ ഭാഷാ ജ്യോതിഷ ഗ്രന്ഥമെന്ന നിലയിൽ ഇവയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാകുന്നു. ഇവരുടെ ഗുരുശിഷ്യ ബന്ധം പറ്റിയുമൊക്കെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പിന്നെ അടുത്ത പ്രധാനമായിട്ടും അറിയേണ്ടത് പുതുവന സോമയാജിയെ പറ്റിയാണ്. 1660 മുതൽ 1740. 17-ാം നൂറ്റാണ്ടിൽ ശിവപുരത്തെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. 10 അധ്യായങ്ങളായി കർണപദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. ഇതിൻ്റെ പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് നാട്ടിൽ നിന്നും കിട്ടിയതിനാൽ ഇത് അവിടെയും പ്രസിദ്ധി നേടിയതായിട്ട് കരുതപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ CM വിഷ് 1834 പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ഈ കൃതി ആദ്യമായി യൂറോപ്യൻ പണ്ഡിതരുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇതിൻ്റെ 6-ാം അധ്യായത്തിൽ പൈയുടെ മൂല്യ ശ്രേണി വിപുലീകരണങ്ങളും സൈൻ, കൊസൈൻ, ഇൻവേഴ്സ്, ടാൻജൻറ്റ് ഇങ്ങനെ ഫംഗ്ഷനുകൾക്കൊക്കെയുള്ള വികാസങ്ങളുമൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പഞ്ചബോധാത്രിയിൽ വ്യതിപാതം, ഗ്രഹണം, ഛായ, ശൃംഗോന്നതി, മൗഢ്യം ഇവയ്ക്ക് ഉള്ള കണക്കൂട്ടൽ എങ്ങനെയെന്നുള്ളതിനും പറ്റിയും വ്യക്തത വന്നിരിക്കുന്നു. ജാതകാദേശം എന്ന പ്രശസ്തമായ ജാതകരചനയ്ക്ക് ഉതകുന്ന ഗ്രന്ഥവും ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പിന്നെ അടുത്ത ആചാര്യനാണ് ദാമോദര ഓഫ് ഭരദ്വാജ ഗോത്ര. മുഹൂർത്താഭരണം എന്ന മുഹൂർത്ത വിഷയ ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഇദ്ദേഹം. അടുത്തത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പറ്റിയാണ് പറയേണ്ടത്. കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ അത്യുന്നത ആത്മീയ പദവി അലങ്കരിച്ചിരുന്ന ആഴ്വാഞ്ചേരി മനയിലെ കാരണവരാണ് തമ്പ്രാക്കൾ. ചരിത്രത്തിൽ പ്രധാന സ്ഥാനമുള്ള തമ്പ്രാക്കൾ ഒരു കാലത്ത് ആചാരാനുഷ്ഠാന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ അവസാന വാക്കായിരുന്നു. ജ്യോതിശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റേതായ ഗ്രന്ഥങ്ങളുണ്ട്. ഫലസാര സമുച്ചയം, ഭാഷാഗ്രന്ഥം, ജാതകരചനയ്ക്ക് ആവശ്യമുള്ള ജാതക നീതിമാർഗം, അതുപോലെ ജ്യോതിശാസ്ത്ര സംഗ്രഹ 11ഓളം ജാതക ഗണിതമാർഗം, ജാതക പ്രശ്ന മുഹൂർത്ത വിഷയത്തെ പ്രതിപാദിക്കുന്ന ഫലസാര സമുച്ചയം ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. AD 1756 ഇത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് വസുദേവ ഓഫ് വെള്ളിമന ആണ്. മുഹൂർത്ത പദവിക്ക് വ്യാഖ്യാനം എഴുതിയിരുന്നു. ഗുളികനെ പറ്റിയുള്ള പരാമർശം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലാണുള്ളത്. തന്ത്രസാരം എന്ന പേരിൽ ഗണിത പ്രബന്ധം പെരുമണ നാരായണൻ എന്ന ആചാര്യൻ്റേതായിട്ടുണ്ട്. പിന്നെ അടുത്തത് കൃഷ്ണദാസയാണ്. കൊച്ചുകൃഷ്ണനാശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം 1756-1812 കാലഘട്ടത്തിലാണുള്ളത്. ഇദ്ദേഹം ശൂലപാണ വാര്യരുടെ ശിഷ്യനായ തിരുവല്ല സ്വദേശിയാണ്. വടശ്ശേരി പരമേശ്വരൻ്റെ ജാതക പദ്ധതിക്ക് ഭാഷ ഇദ്ദേഹമാണ് എഴുതിയത്. ആര്യഭടീയത്തിന് മലയാളം വ്യാഖ്യാനം ഇദ്ദേഹം തയ്യാറാക്കി. ഭാസ്കര 1 ലഘുഭാസ്കരീയം, സംഗമഗ്രാമൻ്റേതും വടശ്ശേരി പരമേശ്വരൻ്റേതുമായ കർണപദ്ധതി, പ്രകാശിക ഇവയ്ക്കൊക്കെ പുതിയ വെളിച്ചം നൽകി വീണ്ടും അവതരിപ്പിക്കുകയുണ്ടായി എന്നതും സ്മരണീയമാണ്. അടുത്തത് ഭൂതനാഥപുരം സോമയാജിയെ പറ്റിയാണ് പറയേണ്ടത്. വൈദ്യനാഥനെ ഉപാസിക്കുന്ന ഇദ്ദേഹത്തിന് പ്രശ്നസാര 3 എഴുതി. അടുത്തത് വെള്ളറക്കാട് ശ്രീകണ്ഠവാര്യരെ പറ്റിയാണ് പറയേണ്ടത്. ഇദ്ദേഹവും വടശ്ശേരി പരമേശ്വരൻ്റെ ജാതക പദ്ധതിക്ക് വ്യക്തമായ ഒരു വ്യാഖ്യാനം എഴുതി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ലിഖിത വ്യാഖ്യാനം കാണപ്പയ്യൂർ ശങ്കുര നമ്പൂതിരിപ്പാടിന് ബലപിണ്ഡവും ആയുർദായവും എന്ന പേരിൽ ഗ്രന്ഥരചനയ്ക്ക് സഹായകമായത് ഇദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗതിഗോപ 1860 കാലഘട്ടത്തിൽ പരമേശ്വരൻ്റെയും പത്മനാഭൻ്റെയും ഭക്തനായ ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു ജ്യോതിശാസ്ത്രകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ കാലക്രിയ എന്ന ഗ്രന്ഥത്തിൽ 248 ചാന്ദ്രവാക്യങ്ങൾക്ക് യുക്തി കണ്ടുപിടിച്ചു.
അടുത്തത് ഗോദവർമ്മ ഇളയ തമ്പുരാനാണ്. 1800-1851 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇദ്ദേഹം ഗണിതാധ്യായ ഭാസ്കരീയ ഗണിതം എന്ന പേരിലും ഭാസ്കര 2-ൻ്റെ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന് ഗോളാധ്യായ എന്ന പേരിലും വ്യാഖ്യാനം എഴുതി. അടുത്തത് സുബ്രഹ്മണ്യ ശാസ്ത്രിയെ പറ്റിയാണ് പറയേണ്ടത്. നിരവധി ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി എഴുതുകയുണ്ടായി. അഗണിതം AD 1851-ലുള്ള ഈ ഗ്രന്ഥത്തിൽ 1000 വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതി ഇദ്ദേഹം കണക്കാക്കി എന്നത് സ്മരണീയമാണ്. അടുത്ത പുരുഷോത്തമൻ മൂസദ് പുരുഷോത്തമ 3 1850-നും 1900-നും ഇടയിൽ. പ്രശ്നയാനം 1881-ൽ. അയനങ്ങളെ പറ്റിയുള്ള പഠനം ഇദ്ദേഹത്തിൻ്റേതാണ്. പിന്നീട് നാം ഏവർക്കും ആരാധ്യനായ കൈക്കുളങ്ങര രാമവാര്യർ, കൈക്കുളത്ത് വാര്യത്ത് നാരായണി വാരസ്യാരുടെയും കൈതക്കോട്ട് നമ്പൂതിരിയുടെയും മകനായി കൊല്ലവർഷം 1008 ചിങ്ങമാസം ചോതി നക്ഷത്രത്തിൽ ജനനമാണ്. അഷ്ടാംഗഹൃദയം, ആരോഗ്യകൽപ്പം, അമരകോശം, സിദ്ധാന്ത കൗമുദി, പ്രശ്നമാർഗം, ഹോര തുടങ്ങി 64 വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ലായിരുന്നു എന്ന് തന്നെ പറയാം. സാമുദ്രിക ശാസ്ത്രം, ഗൗളീശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അടുത്തത് AR രാജരാജവർമ്മ F കോയി തമ്പുരാനാണ്. 1863-1918 കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് വ്യാകരണം ചിട്ടപ്പെടുത്തിയ അദ്ദേഹം കേരള പാണിനി എന്നറിയപ്പെടുന്ന വൈയാകരണകാരകൻ, നിരൂപകൻ, കവി, സർവകലാശാല അധ്യാപകൻ, വിദ്യാഭ്യാസ പരിഷ്കർത്താവ്. ഭാഷാസാഹിതിയെ നിർണായകമായൊരു ദശാസന്ധിയിൽ നേർവഴിക്ക് തിരിച്ചുവിട്ടതുപോലെ തന്നെ ഇദ്ദേഹം ജ്യോതിശാസ്ത്ര രംഗത്തും സ്ഥൂലമായ സംഭാവനകൾ നൽകി. കരണപരിഷ്കരണം, പഞ്ചാംഗ ശുദ്ധി പദ്ധതി, ജ്യോതിഷ പ്രകാശനം തുടങ്ങി ഇദ്ദേഹത്തിന് ജ്യോതിശാസ്ത്ര രംഗത്തും സംഭാവനകൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പിന്നെ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഇന്ന് നമ്മളേവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പ്രശ്നമാർഗത്തിന് ആദ്യമായിട്ടൊരു വ്യാഖ്യാനം എഴുതി തൃശ്ശൂർ ഭാരതമാതാ പ്രസ്സിൽ അച്ചടിപ്പിച്ചത് ഇദ്ദേഹമാണ്. ജ്യോതിശാസ്ത്ര സുബോധി, പഞ്ചകബോധകാര്യ കൂടാതെ ചമൽക്കാര ചിന്താമണി, പ്രശ്നമാർഗം ഇവയ്ക്കൊക്കെ വ്യാഖ്യാനവും ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇങ്ങനെ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ജ്യോതിശാസ്ത്ര ആചാര്യന്മാരെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഒരു നിലയിലാണ് ഞാനിത് അവതരിപ്പിച്ചത്. ഇടയ്ക്ക് ചില ആചാര്യന്മാരുടെ നാമങ്ങൾ പറയുവാൻ വിട്ടുപോയിട്ടുണ്ട്. വീഡിയോയുടെ ആ ഒരു ലെങ്ത് ഭയന്ന് അവരോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു എളിയ പരിശ്രമം ഏവർക്കും, ജ്യോതിശാസ്ത്ര രംഗത്ത് നിൽക്കുന്ന ഏവർക്കും ഉപയോഗപ്പെടുമാണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഞാൻ ഈ ഒരു വീഡിയോ ആചാര്യന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.